നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതി ഒരാൾ മാത്രം, കുറ്റപത്രം ഉടൻ. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി. അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവി AV ശ്രീകുമാർ മാത്രമാണ് കേസിൽ പ്രതി. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കോട്ടയം ഈസ്റ്റ് SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഏറെ വിവാദമായ ആത്മകഥാ വിവാദ കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. കരാറില്ലാതെയും ഇ.പി. ജയരാജന്റെ അനുമതിയില്ലാതെയുമാണ് DC ബുക്സ് ആത്മകഥയെക്കുറിച്ച് പ്രചരണം നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിനമായിരുന്നു രാഷ്ട്രീയ ബോംബായി കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഇ.പിയുടെ ആത്മകഥാ ഭാഗങ്ങൾ മാധ്യമത്തിലൂടെ പുറത്തുവന്നത്. ഇത് തന്റെ ആത്മകഥയല്ലെന്ന് ഇ.പി. ജയരാജൻ പരസ്യ നിലപാടെടുത്തതോടെയാണ് വിവാദം മുറുകിയത്. സ്കൂൾ ബസിനുള്ളിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവം. +1 വിദ്യാർത്ഥിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു തുടർ നടപടികൾ. അതേസമയം കത്തിക്കുത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്കൂൾ ബസിന്റെ പിൻഭാഗത്ത് വെച്ചാണ് ആക്രമണം നടന്നതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന ബസിനുള്ളിൽ കത്തിക്കുത്ത് നടന്നത്. നെട്ടയത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസിൽ വെച്ചാണ് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ലാഭാവശ്യത്തിനായി കൊണ്ടുവന്ന ചെറിയ കത്തി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ 9ാം ക്ലാസ്സുകാരനെ കുത്തുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥി നൽകിയ മൊഴി. കുത്തേറ്റ വിദ്യാർത്ഥിയെ ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ഷേത്രകുളത്തിൽ യുവാവ് മരിച്ച നിലയിൽ. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രകുളത്തിൽ യുവാവിന്റെ മൃതദേഹം. ഒറ്റപ്പാലം സ്വദേശി സജിയാണ് മരിച്ചത്. രാവിലെ നടക്കാനിറങ്ങിയ നാട്ടുകാരാണ് ക്ഷേത്രകുളത്തിൽ മൃതദേഹം കണ്ടത്. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന നിലയിൽ കണ്ട മൃതദേഹം നാട്ടുകാരുടെ സഹായത്തോടെ കരയ്ക്ക് കയറ്റി. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം മുഖത്തേക്ക് ഒഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ക്ഷേത്രകുളത്തിൽ സ്ഥിരമായി കുളിക്കാൻ വരുന്ന ആളാണ് മരണമടഞ്ഞ സജി. പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും കൂലിവേല ചെയ്തു വന്നയാളാണ് ഇദ്ദേഹം. പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. 64 യാത്രക്കാരുമായി പോയ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചു. തകർന്ന് നദിയിൽ വീണു. വാഷിംഗ്ടൺ DC-യിലാണ് അപകടം. 60 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിന് സമീപമാണ് യാത്രാ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത്. ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ 3 US സൈനികരാണ് ഉണ്ടായിരുന്നത്. സേനയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടതെന്ന് US ആർമി സ്ഥിരീകരിച്ചു. പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. പോട്ടോമാക് നദിയിലേക്കാണ് യാത്രാ വിമാനം പതിച്ചതെന്ന് കൊളംബിയ മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ചുരം ഇറങ്ങുന്നതിനിടെ ബസിന്റെ ബ്രേക്ക് പോയി. 6ാം വളവിലെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. ചുരം ഇറങ്ങുന്നതിനിടെ സ്വകാര്യ ബസിന്റെ ബ്രേക്ക് തകരാറിലായതോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ചുരം ഇറങ്ങുന്നതിനിടെ 6ാം വളവിൽ വെച്ച് ബസ് ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ ഒരു ഭാഗത്തെ മുൻ ടയറുകളും സംരക്ഷണ ഭിത്തിയും കടന്ന് പുറത്തേക്ക് വന്നു. ബ്രേക്ക് ഡൌൺ ആയിട്ടും ബസ് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് താഴേക്ക് മറിയാതെ നിന്നതിനാലാണ് അപകടത്തിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടത്. വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെയാണ് അപകടം. സംഭവത്തെ തുടർന്ന് ചുരത്തെ ഗതാഗത തടസ്സം നേരിടുകയാണ്.